നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകാറുള്ള പച്ചക്കറികളിൽ ഒന്നാണ് നമ്മുടെ വെണ്ടയ്ക്ക അല്ലേ. മെഴുക്ക് പുരട്ടിയാക്കാനും കറി വെക്കാനും സാമ്പാറിന് കൊഴുപ്പ് നൽകാനും ഒക്കെ ഇത് ബെസ്റ്റാണല്ലേ. എന്നാൽ വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് പലർക്കും പ്രശ്നമാണ്. ഇതുമൂലം വെണ്ടയ്ക്ക കഴിക്കാത്തവരുണ്ട്. വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ വഴുവഴുപ്പ് കൂടിയാൽ കറിയുടെ രുചിയെയും ബാധിക്കും കേട്ടോ. വഴുവഴുപ്പ് കുറയ്ക്കാൻ ചില വിദ്യകളുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പാചകം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വെണ്ടയ്ക്ക കഴുകരുത് കേട്ടോ. കുറച്ച് സമയം മുൻപേ ഇത് നന്നായി കഴുകി വെക്കണം. അതുപോലെ തന്നെ വെള്ളം പൂർണ്ണമായും കളഞ്ഞിട്ട് വേണം വെണ്ടയ്ക്ക മുറിക്കാൻ തുടങ്ങേണ്ടത്. വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കാനും മറക്കരുത് കേട്ടോ. അധികമായിട്ട് ഈർപ്പമുണ്ടെങ്കിൽ പാകം ചെയ്യുമ്പോൾ ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കറിയുടെ രുചിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. തുല്യമായ വലിപ്പത്തിൽ മുറിക്കണം. അതുപോലെ തന്നെ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ വശവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ കത്തിയിലെ വഴുവഴുപ്പ് മാറാനും അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന സമയത്തും 1-2 തുള്ളി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് വഴുവഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു ടിപ്പായിട്ട് കാണാം.